അപ്പോൾ ഏതൊരു ചോദ്യത്തിലും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അത് പ്രയോജനപ്രദമാവുക. ഗാന്ധിയുടെ പ്രസിദ്ധമായ ടാലിസ്മാൻ പോലെ പരിഷത്ത് എപ്പോഴും പറയാറുള്ളത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ നിലനിൽപ്പിനും ജീവിതത്തിനും അത് സഹായകമാവും എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് അനുയോജ്യമായ തരത്തിൽ ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്തുക. ഇതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകളോട് പലപ്പോഴും അവരുടെ രാഷ്ട്രീയമൊക്കെ ആയിട്ട് പരിഷത്തിന് പൊതുവേ യോജിക്കാൻ പറ്റുമെങ്കിൽ പോലും പലപ്പോഴും മല്ലിടേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സൈലൻറ്റ് വാലി തന്നെ നല്ല ഉദാഹരണം. സൈലൻറ്റ് വാലിയിൽ ഇടതുപക്ഷത്തിൻ്റെ വളരെ പ്രഗത്ഭരായ നേതാക്കന്മാരും സംഘടനകളും ഒക്കെ പരിഷത്തിന് ശക്തമായിട്ടുള്ള എതിർപ്പ് പരിഷത്തിനോട് പ്രകടിപ്പിച്ചു. പക്ഷെ പരിഷത്തിൻ്റെ നിലപാട് തന്നെ തുടരാൻ സാധിച്ചു. ഇപ്പോൾ കേരളിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പൊസിഷനും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പൊസിഷനും ഒക്കെ അതിന് അനുകൂലമാണെന്നറിയാം. പരിഷത്ത് അത് കൂടുതൽ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ട് മാത്രമേ നടപ്പാക്കാനും പറ്റി ആലോചിക്കാൻ സാധിക്കൂ എന്നും പറയുകയും അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ഒരു പഠന റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ അതിനെക്കുറിച്ച് അടുത്ത തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് നിലപാട് സ്വീകരിച്ചു. രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റും എടുക്കുന്ന നയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട്. അപ്പോൾ അത്തരം നിലപാടുകൾ എടുക്കാൻ പരിഷത്തിന് ഇപ്പോഴും കഴിയുന്നുണ്ട്. എങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ഈ സംവാദം തുടർച്ചയായിട്ട് എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ തീരുമാനത്തെ ഭയന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനത്തിനെ നമ്മൾ എതിർക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവുമായിട്ട് അല്പം വിട്ടു നിൽക്കാൻ അല്ലെങ്കിൽ അല്പം അങ്ങനെ ശങ്കിച്ച് നിൽക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, പരിഷത്തിൻ്റെ രാഷ്ട്രീയം പൊതുവെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മറ്റ് മേഖലകൾ മറ്റ് ജനവിഭാഗങ്ങളായിട്ടുള്ള സംവാദത്തിൽ ഏർപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കേരളത്തിലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിട്ട്. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഭൂരിഭാഗവും പരിഷത്തിനെ ഒരുപാട് ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു അങ്ങനെ കണക്കാക്കി നിൽക്കുന്ന സന്ദർഭം ഉണ്ടാക്കാതെ അവരുമായി കൂടി സംവാദത്തിൽ ഏർപ്പെടാൻ നമുക്ക് പണ്ട് കഴിയുമായിരുന്നു കുറേ കൂടെ. ആ സാധ്യത കുറച്ചടഞ്ഞിരിക്കുന്നു ഇപ്പോൾ. അത് വീണ്ടെടുക്കേണ്ടതുണ്ട്. അതായത് പരിഷത്തിന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും സംവദിക്കാൻ സാധിക്കണം. അവരോട് യോജിക്കണം എന്നില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മാത്രമല്ല, സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് പരിഷത്ത് എന്ന നിലയ്ക്ക് ശാസ്ത്ര വിഷയങ്ങളുമായി പ്രത്യേകിച്ചും നമുക്ക് ഇപ്പോൾ മലിനീകരണം, അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇടതുപക്ഷവും SNDPയും NSSും ഒന്നും അല്ലല്ലോ. അതൊരു വലിയ വിഷയമാണ്. കാലാവസ്ഥാ മാറ്റം പോലെ സകല ആൾക്കാർ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ബാധിക്കുന്നൊരു വിഷയം. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ സർവരുമായിട്ടും സംവാദത്തിൽ സഹകരിക്കാനും സംവദിക്കാനും കഴിയണം. ഇപ്പോൾ സാക്ഷരതയടക്കമുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മൾ കാണിച്ചു തന്നത് ചില മേഖലകളിൽ അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ചില മേഖലകളിൽ നിങ്ങൾക്ക് വളരെ ശക്തമായ സഹകരണം സാധ്യമാണ്. സാക്ഷരതയിൽ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചൊരു മേഖലയായിരുന്നു. ഇപ്പോൾ മാലിന്യ സംസ്കരണം പോലുള്ളൊരു സാധനം വളരെ അത്യാവശ്യമായ കേരളത്തിന് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഒരുമിച്ച് ചെയ്തേ പറ്റും. അപ്പോൾ അതിലും അവൻ ചെയ്യുമെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന തരത്തില അത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കാൻ പരിഷത്തിന് ഇനിയും കഴിയണം. ഇപ്പോൾ മാലിന്യ സംസ്കരണം ശാസ്ത്രത്തിൻ്റെ ആപ്ലിക്കേഷൻ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അതിന് വെറും മാലിന്യം നീക്കം ചെയ്യൽ മാത്രമല്ല, അത് മനസ്സിലെ മാലിന്യമാണ് ഈ പുറത്ത് മാലിന്യമായിട്ട് കിടക്കുന്നത്. കൺസ്യൂമറിസത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയെയും നമ്മൾ ജീവിക്കുന്ന രീതിയും മറ്റുള്ളവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുടെ കൂട്ടത്തിലാണ് മാലിന്യം വരുന്നത്. അപ്പോൾ കേരളത്തിന് നിർബന്ധമായും വലിയൊരു പരിപാടി ആരംഭിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചതായിട്ടൊക്കെ പത്രത്തിൽ കണ്ടു. പ്രതിപക്ഷം അതുമായിട്ട് യോജിക്കുമെന്നും കണ്ടു. അങ്ങനെയാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ പരിഷത്തിൻ്റെ ശൈലി തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അത്തരത്തിലുള്ള പല മേഖലകളുണ്ട്. അതിലേക്ക് വേണ്ടത്ര ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നുണ്ടോ? പരമ്പരാഗതമായിട്ടുള്ള ചില ബ്രേക്കുകൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യപ്പെടുന്നു സംശയം എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട്. എല്ലാവരും ഉള്ളിൽ പരിഷത്തിനകത്ത് തന്നെ ഉയരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചോദിക്കപ്പെടുന്നത്. ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു.